ഏതു ജന്മകൽപ്പന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയെ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് രാത്രി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അശ്വിൻ അന്നയിൽ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടിൽ കൊണ്ട് കാറ് നിർത്തിയിട്ട് പറയുന്നുണ്ട്, കാറിലോട്ട് കയറാൻ പറയുന്നുണ്ട്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ നടന്ന് പൊക്കാളാമെന്ന് പറയുക. അപ്പത്തേനും അശ്വിൻ പറയുന്നുണ്ട് കാറിലോട്ട് കയറെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ ശ്രുതി കാറിലോട്ട് കയറി പോകുന്ന സമയത്ത് അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു, എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, അത് സാറിനും ലാവണ്യ മേഡത്തിന് ആശംസകളെന്ന് പറയുക. അപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തോന്നാന്ന് ചോദിക്കുമ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട്, ലാവണ്യ മേഡത്തിന് സാറിനും എൻ്റെ വിവാഹ ആശംസകളെന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇതാണോ ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുക. അപ്പോഴത്തേനും ആന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, പിന്നെ സാറും ലാവണ്യ മേഡം കല്യാണം കഴിക്കുന്നത് ആർക്കാണ് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് നമ്മൾ ശ്രുതി പറയുക, സാറിൻ്റെ വീടെത്തി എനിക്കിവിടെ ഇറങ്ങണമെന്ന് പറയുക. അപ്പോഴത്തേനും അശ്വിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ ബ്രേക്ക് ചവിട്ടിയിട്ട് ദേഷ്യത്തിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുമോ, ഇറങ്ങി പോകാനൊക്കെ പറയുമോ. പെട്ടെന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പേസ് കാറിനുള്ളിൽ വീഴുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇറങ്ങിയിട്ട് അശ്വിൻ്റെ മുഖത്ത് നോക്കുമ്പോഴത്തേനും അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക. എന്നിട്ട് ശ്രുതി അകത്തോട്ട് കയറിപ്പോയി കേട്ടോ. എന്നിട്ട് നമ്മുടെ അശ്വിൻ ആണെങ്കിൽ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അശ്വിൻ കാണുന്നുണ്ട് ശ്രുതിയുടെ പേസ് അവിടെ തറയിൽ വീണ് കിടക്കുന്നത്. അത് കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ മനോരമ ആൻറ്റിയുടെ മോൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് നമ്മുടെ മുത്തശ്ശിയോടും അഞ്ജലിയോടും ശ്യാമിനോടും പറയുന്നുണ്ട്. എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, അശ്വിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്, ഇപ്പോൾ അതിനൊരു തീരുമാനമായല്ലോ, ഇനി എൻ്റെ മോൻ്റെ കല്യാണം നടത്തണമെന്ന് പറയുക പെട്ടെന്ന്. അപ്പോഴത്തേനും ശ്യാം പറയുന്നുണ്ട്, കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് അശ്വിനല്ലേ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചത്, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാൻ, കുറച്ച് സമയം കൂടെ കൊടുക്കാൻ നമുക്ക്, കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ, പെട്ടെന്ന് ഇങ്ങനെ കല്യാണം നടത്തണമെന്ന് പറയുമ്പോഴത്തേനും ദേഷ്യം വരും, നമുക്ക് സാവധാനത്തിൽ കല്യാണം നടത്തിയതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, അശ്വിൻ്റെ കല്യാണം നടക്കുന്ന ആ സമയത്തേന് 2 കല്യാണം ഒരുമിച്ച് നടത്താൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ തന്നെയാണ് പറയുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുക. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മനോരമാൻറ്റി പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ അശ്വിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോഴത്തേനും അമ്മായി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നും, നിനക്ക് ആ രീതിയിൽ കാണാൻ പറ്റത്തില്ല, നിനക്ക് ഭർത്താവായിട്ട് കാണാൻ പറ്റത്തില്ല, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് അറിയണമെന്ന് പറയുക. എന്നിട്ട് അമ്മായി പറയുന്നുണ്ട്, നിനക്ക് ഇത്രയും നല്ലൊരു കല്യാണാലോചന കിട്ടുമോ, നിന്നെ വെച്ച് നോക്കുമ്പോഴത്തേനും ശ്യാം ഒരു രാജകുമാരനാണ്, നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ നിൻ്റെ ഭാഗ്യമാണ്, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാത്ത, നീ എന്താ പൊട്ടിയാണോ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്താ, എന്ത് ചോദിച്ചാലും നീ ഒരു മറുപടിയും പറയാത്തത് എന്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് ശ്യാം സാറിനെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് വീണ്ടും പറയുക കേട്ടോ. അപ്പോഴത്തേനും അതിൻ്റെ കാരണം അറിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അശ്വിനാണെങ്കിൽ പുറത്ത് നിന്നിട്ട് കഥക് തട്ടുന്ന ശബ്ദം കേൾക്കുക കേട്ടോ. പുറത്ത് വന്ന് നിൽക്കുക. ഉടനെ നമ്മുടെ ശ്രുതി പോയി കഥക് തുറക്കുക കേട്ടോ. അപ്പോഴത്തേനും അമ്മായി പറയുന്നുണ്ട്, എന്തിങ്ങനെ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും എന്തിങ്ങനെ തടസ്സം വന്ന് ഇങ്ങനെ അവൾ ഒഴിഞ്ഞു പൊക്കോളൂ എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേനും അശ്വിനാ കാണുന്നത്. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇത് നിൻ്റെ പേഴ്സല്ലേ കാലിൽ കിടന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മായി വന്നിട്ട് പറഞ്ഞാൽ ആ സാറാണോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് കാറിൽ കിടന്നായിരുന്നു, അത് കൊണ്ടുതരാൻ വന്നതാണെന്ന് പറയുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഇതാരെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇത് ഞാൻ ജോലിക്ക് പോകുന്ന അവിടുത്തെ സാറാന്ന് പറയുമ്പോഴത്തേനും, എന്താ മോളെ ഇങ്ങനെ നിൽക്കുന്ന, അകത്ത് വന്നിട്ട് സ്വീറ്റ്സ് പലഹാരമൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, സാറ് ഷുഗർ കഴിക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേനും അശ്വിനെ അന്വേഷിക്കുന്നുണ്ട്, കേട്ടോ അച്ഛന് സുഖമുണ്ടോ, ശരി എന്നാൽ ഞാൻ പോവുക, ഇനി ഒരു ദിവസം വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക കേട്ടോ. അപ്പോഴത്തേനും അമ്മായി പറയുന്നുണ്ട്, നീ സാറ് പോവുമല്ലേ, അങ്ങ് അടുത്ത് കൂടെ പോകുമെന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ശ്രുതി അശ്വിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സാറ് ഇത്രയും ബുദ്ധിമുട്ട് എൻ്റെ പേഴ്സ് കൊണ്ടുവരാൻ കാണിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുക.
അപ്പോഴത്തേന് അശ്വിനാണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എന്താ കരുതിയത്, നിൻ്റെ കൊലുസ് എടുത്ത് വെച്ചിരുന്നപ്പോൾ നിന്നോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചോ? സിനിമയിലൊക്കെ കാണുന്നത് പോലെ നായകൻ ഇങ്ങനെ നായികയുടെ കൊലുസൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട. അങ്ങനത്തെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. നിന്നോട് എനിക്ക് ആ ഒരു രീതിയിലുള്ള ഇഷ്ടമൊന്നുമില്ല. നീ അങ്ങനെ ഒരിക്കലും കരുതി നീ അങ്ങനെ ഇരിക്കുകയും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ കൊലുസ് നീ ഒന്നും എനിക്ക് അത്ര വിലപ്പെട്ടതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ പറയുക കേട്ടോ. ശ്രുതിയൊക്കെ ഇത് കേട്ടിട്ട് കണ്ണൊക്കെ ആകപ്പാടെ നിറഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, നിനക്ക് മനസ്സിലായല്ലോ, അതനുസരിച്ചാണ് നീ ഇനി പെരുമാറണമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനാണെങ്കിൽ കാറ് കയറി പോവുക കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുക കേട്ടോ. എന്നിട്ട് അകത്ത് പോവുക. അകത്ത് പോകുമ്പോഴത്തേക്കും പ്രീതി വന്നിട്ട് പറയുന്നുണ്ട്, സാറ് പോയായിരുന്നോ, എന്താ പറഞ്ഞത്, നിൻ്റെ മുഖം എന്തെങ്കിലും വല്ലാതിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തലവേദനിക്കുന്നു, ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോർ അടയ്ക്കുക കേട്ടോ. അപ്പോഴത്തേനും പ്രീതി തട്ടിയിട്ട് കഥ തുറക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞിട്ടിരിക്കുക കേട്ടോ നമ്മുടെ ശ്രുതി. അതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.